ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഒരു റോഡ് അരികിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. റോഡ് അരികിലെന്ന് വെച്ചാൽ നമ്മുടെ കല്ലടിക്കോട് നിന്നും ശ്രീകൃഷ്ണപുരത്തേക്ക് പോകുന്ന ഒരു റോഡ് സൈഡാണ് നമ്മളുള്ളത്. ധാരാളം വാഹനങ്ങൾ, ധാരാളം ബസ് സർവീസൊക്കെ ഉള്ള ബസ് സർവീസ് എന്ന് വെച്ചാലേ നമ്മുടെ കല്ലടിക്കോട്ട് നിന്ന് കടമ്പഴിപ്പുറം, അതേപോലെ തന്നെ പ്ലാപ്പറ്റ, കോണിക്കഴി, അതേപോലെ തന്നെ ശ്രീകൃഷ്ണപുരം, കോങ്ങാട്, പത്തിരിപ്പാല, ഇങ്ങനെ എല്ലായിടത്തിലേക്കും പോകുന്ന ഒരു മെയിൻ ബസ് റൂട്ടാണിത്. അതായത് അല്ലേ, നമ്മൾ പറയാറുണ്ടല്ലേ, എന്താണ്, കോങ്ങാട് പഞ്ചായത്തും കടമ്പഴിപ്പുറം പഞ്ചായത്തും കരിമ്പ പഞ്ചായത്തൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു ഒത്ത നടുക്കെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എങ്കിലും ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ്. പക്ഷേ കല്ലടിക്കോടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കല്ലടിക്കോട് നിന്നൊരു കറക്റ്റ് 3 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. അല്ലേ, നമ്മൾ ഒരു മാപ്പിള സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ. അതുപോലെ തന്നെ വേറൊരു ഈ ഒരു പരിസരം എന്ന് പറയുമ്പോൾ നമുക്ക് കോണിക്കരി ഷാപ്പുംപടി എന്ന് പറയാൻ പറ്റും അല്ലേ. നമുക്ക് തൊട്ടപ്പുറത്ത് നമുക്ക് ഉമ്മിനഴി, പ്ലാപ്പറ്റ ഉമ്മിനഴി, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കോണിക്കഴി ഷാപ്പുംപടിയിലാണ് നമ്മളുള്ളത്. കോണിക്കടി ഷാപ്പുംപടി നമുക്ക് ആ കട റൂമുകളും അല്ലേ, ആ ഒരു ഹാർഡ്വെയർ ഷോപ്പൊക്കെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അപ്പോൾ നിരവധി വാഹനങ്ങൾ പാസ് ചെയ്യുന്ന, ധാരാളം വീടുകളുള്ള, ധാരാളം കടകളൊക്കെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള, ബിൽഡിങ്ങുകളൊക്കെയുള്ള ഒരു ഏരിയയാണ്. നമ്മൾ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. തൊട്ടടുത്ത് തന്നെ നമുക്ക് സത്രങ്കാവ് പാലം അല്ലേ, കുറച്ചങ്ങോട്ട് പോയ സത്രങ്കാവ് പാലമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ സത്രങ്കാവ് പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കരിമ്പ പഞ്ചായത്തും അതിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് കടമ്പഴിപ്പുറം പഞ്ചായത്താണ് വരുന്നത്. പിന്നെ ഈ ഒരു പരിസരമൊക്കെ നമുക്ക് തന്നെ കാണാനുണ്ടല്ലോ, ഇങ്ങനെ നോക്കിയേ ധാരാളം വീടുകൾ കാണാനുണ്ട് അവിടെ അല്ലേ, കട റൂമുകൾ കാണാനുണ്ട്. നമ്മൾ വരുന്ന വഴി തന്നെ കണ്ടത് ആ ജംഗ്ഷനിൽ നിന്ന് തൊട്ട് കയറിയിട്ടുള്ളൂ നമ്മളിങ്ങോട്ട്. അതായത് ഷാപ്പുംപടി ജംഗ്ഷനിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു കട റൂം വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 4 കട റൂമുകൾക്ക് പഞ്ചായത്ത് പെർമിഷൻ എടുത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരു 11.5 സെൻറ്റ് സ്ഥലമാണുള്ളത്. 11.5 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 21 മീറ്റർ ദൂരം നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ 21 മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഇങ്ങനെ, പിന്നെ മുകളിലേക്ക് ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. ഇപ്പോൾ പുറകിൽ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലോട്ട് ഇവിടെ ഈ ഒരു മുൻവശം നമുക്ക് കാട് വെട്ടാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടില്ല. വളരെ പെട്ടെന്ന് വരേണ്ടി വന്നതുകൊണ്ട് നമ്മളിങ്ങനെ തന്നെ കാണിക്കുകയാണ്. അപ്പോൾ ഒരു 11.5 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോഴേ ഇതിൻ്റെ ഫ്രണ്ടേജ് നല്ല വീതിയിൽ തന്നെയാണ് അല്ലേ. 4 കട റൂമുകൾക്ക് അനുയോജ്യമായ ഒരു പ്ലോട്ടായിട്ടാണ് നമുക്കിങ്ങനെ കറക്റ്റ് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കിടക്കുന്നുണ്ട്. പുറകിലേക്ക് പോകും തോറും കുറച്ച് വീതി കുറവുണ്ടാകും. കുറച്ച് ഇങ്ങനെ ഒരു വാല് പോലെ പോകുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ആ പുറകിൽ വീടും വെക്കാൻ പറ്റും അല്ലേ. പുറകിൽ വീടും ഫ്രണ്ടിൽ കട റൂമുകൾക്ക് വർക്ക്ഷോപ്പുകൾ, അതുപോലെ തന്നെ വെൽഡിങ്, അതുപോലെ തന്നെ അല്ലേ, പിന്നെ എന്താ പറയുക, സർവീസ് സെൻറ്റർ, ഇതിനൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വിൽക്കണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് ഇപ്പോൾ നിലവിൽ റെൻറ്റിന് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത്. ഇപ്പോൾ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുതന്നെ അല്ലേ, ഈ ഒരു വ്യൂ നമുക്ക് നല്ല കണ്ണിനൊക്കെ നല്ലൊരു കുളിർമയാണ് നൽകുന്നത് അല്ലേ. അങ്ങോട്ട് പോകുന്ന റോഡാണ്, അത് വേറെ റോഡാട്ടോ. നമുക്കങ്ങനെ പോയി വീണ്ടും ഹൈവേയിലേക്ക് കയറാം. അപ്പോൾ ഏറ്റവും ഒരു എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന ബസ് റൂട്ട് എന്ന് പറയുമ്പോൾ അല്ലേ, ഈ ഒരു വഴിയാണ് ആശ്രയിക്കുന്നത്. കല്ലടിക്കോടായാലും കടമ്പഴിപ്പുറമായാലും കോങ്ങാടായാലും. ഇത് അടുത്തടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ പല ആളുകളും പല ഭാഗത്തുനിന്ന് വരുന്ന ആളുകളായിരിക്കും. കൺഫ്യൂഷൻ ആവും അല്ലേ. ചിലവർ ബസ്സിന് വരുന്നവരുണ്ട്. അപ്പോൾ നിഷാദ് ബസ് സ്റ്റോപ്പും ബസ് റൂട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ വരാമെന്ന് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ഇടാറുണ്ട്, പ്രായമായവരൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇതുവഴി ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറവശത്തേക്ക് ഒന്ന് പോയി നോക്കാം. ധാരാളം പ്രോപ്പർട്ടികൾ ഈ ഒരു കോണിക്കഴി ഭാഗത്ത് നമ്മൾ നല്ല മനോഹരമായ വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നേരത്തെ. അതെല്ലാം പോയി കേട്ടോ. അതുപോലെ തന്നെ പിന്നെ കട റൂമുകൾക്കൊക്കെയുള്ള ഹൈവേയുടെ ഓരത്തൊക്കെയുള്ള പ്ലോട്ടുകൾ ലക്ഷങ്ങൾ വില പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ കുറഞ്ഞ വിലയ്ക്ക്, നമുക്ക് എത്രയും താങ്ങാൻ കഴിയില്ല, ഒരു കുറഞ്ഞ വിലയ്ക്ക് കട റൂം കെട്ടാൻ പറ്റിയ പ്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വിലയും പറയും കേട്ടോ. വില പറയാതെ അങ്ങനെ പറഞ്ഞു പോവില്ല, വില പറയും. തീർച്ചയായിട്ടും ഓണർ വില പറയാൻ പറ്റുന്നുണ്ട്. ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, 7907398389. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, ഉടമസ്ഥനുമായി സംസാരിക്കാം. എങ്കിലും വില പറയാം കേട്ടോ. അതായത് ഈ നമ്പർ ആദ്യം പറഞ്ഞിട്ട് വില പറയില്ലേ എന്ന് വിചാരിക്കില്ലേ. ചില ആളുകൾ പറയാറുണ്ട്, വിലയില്ലാത്ത വീഡിയോയ്ക്ക് വിലയില്ല നിഷാദ് എന്നൊക്കെ പറയാറുണ്ട്. എന്താ ചെയ്യുക, നമ്മളോട് പറഞ്ഞതല്ലേ ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ തീർച്ചയായിട്ടും
സെൻറ്റ് ഒന്നിന് 2,60,000 രൂപയാണ് ചോദിക്കുന്നത്. ബസ്സാണ് ആ വരുന്നത് കേട്ടോ. എങ്ങോട്ട് പോകുന്ന കല്ലടിക്കോട്ടിലേക്ക് പോകുന്ന ഒരു ബസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിരവധി ബസ്സുകളുണ്ട്. പ്ലാപ്പറ്റ, കോങ്ങാട്, കോണിക്കഴി, കല്ലടിക്കോട് പോയിട്ടുള്ള ഒരു ബസ്സാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അയൽവാസി ആ ബസ്സിലുണ്ടായിരുന്നതാണ് കൈ കാണിച്ചത്, നമ്മളെ യൂസുഫ് ക. അപ്പോൾ എന്തായാലും ഇതുപോലെ കണ്ണായ സ്ഥലങ്ങൾ ബസ് റൂട്ടിൽ ചെറിയ രീതിയിലുള്ള കട റൂമുകളും അല്ലേ, ഒരു 4 കട റൂമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കുടുംബം കഴിയാനുള്ള വാടകയൊക്കെ കിട്ടിപ്പോരും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ബസ് റൂട്ടിലൊക്കെ നമ്മൾ സ്ഥലം വാങ്ങിച്ചാൽ നമുക്ക് അധികം എന്ത് ചെയ്യില്ല, ഒരിക്കലും നമുക്ക് നഷ്ടം വരില്ല. കാരണം ഇന്നലെ നാളെ കൊടുക്കാനും കഴിയും. അപ്പോൾ ഒരു കണ്ണായ സ്ഥലത്തിൻ്റെ വില മനസ്സിലായാൽ 2,60,000 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മാറ്റേണ്ടോ വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഉടമസ്ഥൻ തയ്യാറായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക. ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. പുറകുവശത്തേക്ക് വരുമ്പോൾ വീതി ഇത്തിരി കുറയെന്ന് പറഞ്ഞല്ലോ അല്ലേ. നമ്മളൊരു സൈഡ് ഇങ്ങനെ കല്ലിട്ടിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് ഇവിടെ കുറച്ച് വീതി കുറയും. ഇങ്ങനൊരു പാല് പോലെ ഇങ്ങനെ വന്നത് കേട്ടോ. അവിടെയും കല്ലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കൃത്യമാണ്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അല്ലേ. നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ പ്ലോട്ടുകളും പ്രോപ്പർട്ടികളൊക്കെ കാണിക്കുമ്പോൾ ചിലവർ ചോദിക്കും, നിഷാദ വിറ്റാലൊക്കെ അറിയുമെന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അറിയാറുണ്ട്. അപ്പോൾ കൂടുതലൊന്നുമില്ല. അപ്പോൾ ചില ആളുകൾ 4 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയും. സാധാരണ ഈ അടുത്ത് സംഭവിച്ച കാര്യമാണ്, അതുകൊണ്ട് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒന്ന് ഇങ്ങനെ പിൻവലിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക, അപ്പോഴത്തേക്കും വിലയൊക്കെ ഒന്ന് കുറയുമല്ലോ എന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ട പ്ലോട്ടായിരുന്നു. പക്ഷെ 4 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിക്കുമ്പോഴത്തേനോ അത് സോൾഡ് ഔട്ടായി. പിന്നെ എൻ്റെ അടുത്ത് ചൂടാവാണ്, വെറുതെ പറയണോ വിറ്റില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം വിളിക്കുക. കാരണം അതിനാണ് ഓണറുടെ നമ്പർ വയ്ക്കണം അല്ലേ. ഓണറുടെ നമ്പർ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പിന്നെ മടി, എന്തെങ്കിലും ഇടനിലക്കാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ നമ്പർ വെച്ച് കൈയും കാലും പിടിച്ചൊന്നും നിങ്ങൾക്ക് ഈ പ്ലോട്ടിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. നേരിട്ട് വരാം. നമ്മുടെ ചാനലൊരു പ്രത്യേകതയാണ്, ഉടമസ്ഥൻ പറയുമ്പോൾ ചിലവർ കൊടുക്കണ്ട പറയും, നീ ഡീൽ ചെയ്താൽ മതി നിഷാദ്, ഞങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നമ്പർ കൊടുക്കാറുണ്ട്. അതല്ലാതെ 99% നമ്മൾ ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഈ പ്രദേശത്തുള്ള ഈ റോഡ് സൈഡിലുള്ള ഈ ഒരു 11.5 സെൻറ്റ് സ്ഥലം കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ലൊക്കേഷൻ ചോദിക്കുക, ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും. നേരിട്ട് വരിക. കൂടുതലൊന്നുമില്ല, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതിലോ ബൈ.